നമുക്കറിയാലോ ചെമ്മീനാണ്. ചെമ്മീനെ അറിയില്ലല്ലോ ഞാൻ ശ്രീനിവാസാണ്. ശ്രീനിയെ കണ്ടുമുട്ടിയ ആ നിമിഷം എന്റെ ജീവിതത്തിൽ വളരെ വലുതാണ്. കാരണം എനിക്ക് എന്റെ സിനിമയ്ക്ക് വേറൊരു മുഖം ഉണ്ടാക്കി തന്നത് ശ്രീനിയാണ്. കാര്യം ശ്രീനിവാസനോട് ഞാനൊരു ചെറിയ സംഭവം ചെയ്തത് എന്താണ്, ചെമ്മീൻ കെട്ട്. അങ്ങനെ പുള്ളി ചില ബാങ്ക് ലോണുകളൊക്കെ സംഘടിച്ച് ചെമ്മീൻ കെട്ടുവിടുന്ന സ്ഥലം എന്നെ കൊണ്ടൊന്ന് കാണിക്കുകയും ചെയ്തു. ഭയങ്കര ചെമ്മീൻ കെട്ടാണ് അത്. ഇങ്ങനെ ചെമ്മീൻ ഇങ്ങനെ കൂടി 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 മലർപ്പൊടി കഥയില്ലേ മഴ, അതുപോലെ ഇങ്ങനെ കൂടും. അങ്ങനെ അതെല്ലാം കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ച സബ്ജക്റ്റ് മാറ്റി കളയും. അങ്ങനെ ചെമ്മീനില്ല ചാടില്ല ഒന്നും ഇല്ലാതായി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് വല്ല ആവശ്യം ഉണ്ടായിരുന്നു? വേറൊന്നും വരല്ലോ, നമുക്കറിയാലോ ചെമ്മീനാണ്. ചെമ്മീനെ അറിയില്ലല്ലോ ഞാൻ ശ്രീനിവാസാണ്. അതാണ്. അതുപോലുള്ള ഭയങ്കര രസകരമായ സത്യം പറഞ്ഞാൽ സംസാരിക്കണമെങ്കിൽ ഒരുപാട് അധ്യായങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. ബട്ട് ഇപ്പൊ എന്നെയൊക്കെ പോലുള്ള അതെല്ലാം നമ്മൾ ഞാൻ വിശ്വസിക്കുന്നത് മമ്മൂട്ടിയാണ് എന്നെ ശ്രീനിവാസിനെ പരിചയപ്പെടുന്നത്. ആ പരിചയപ്പെടുമ്പോൾ ഞാൻ ഒരു സിനിമയിൽ ശ്രീനിയെ കണ്ടു, രാഗം താനം പല്ലവി ആൻഡ് വിൽക്കാറുണ്ട് സ്വപ്നങ്ങൾ. 2 സിനിമയിലെ കണ്ടു. പക്ഷെ രാഗം താനം പല്ലവിയില് എനിക്ക് ഇയാളിൽ ഞാൻ സ്പാർക്ക് ഇട്ടു. ശ്രീവിദ്യയുടെ ഭർത്താവായിട്ടാണ്. അടൂർബാസിക്ക് ശ്രീവിദ്യയെ കൊണ്ട് വീട്ടിൽ വിടുകയാണ്, ശ്രീധരൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോ അടൂർബാസി പറയും, തീരെ അങ്ങനെ നിനക്ക് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ടുവിടുന്ന് പോകില്ല എന്ന് പറയുമ്പോ അടൂർബാസി ഒരു 8 എണ്ണ എടുത്ത് കൈ കൊടുക്കും. അപ്പോ ശ്രീനി അത് വലിച്ച് 8 ഏറാണ്. എന്നിട്ട് ഇനി മകളെ ഇവിടെ നിർത്തിക്കോ എന്ന് പറഞ്ഞ് പോയിട്ട് മുറ്റത്തിറങ്ങിയിട്ട് ഒരു തപ്പുണ്ട് ആ 8 എണ്ണയ്ക്ക് വേണ്ടിയിട്ട്. അന്നാണ് ഇയാള് ആദ്യം ഞാൻ എന്ത് രസമായിട്ട് ചെയ്ത് പൊട്ടിച്ചിരിച്ചു പോയാൽ. പിന്നീട് ഞാൻ കാണുന്നത് അങ്ങോട്ട് പരിചയപ്പെടുക. ഇന്ന് ഞാൻ പറയുന്നു, ആ നിമിഷം ശ്രീനിയെ കണ്ടുമുട്ടിയ ആ നിമിഷം എന്റെ ജീവിതത്തിൽ വളരെ വലുതാണ്. കാരണം എന്റെ സിനിമാ ജീവിതത്തിന്റെ പകുതിയിൽ കൂടുതൽ പാഠങ്ങൾ എന്നെ പഠിപ്പിക്കുകയും എനിക്ക് എന്റെ സിനിമയ്ക്ക് വേറൊരു മുഖം ഉണ്ടാക്കി തന്നത് ശ്രീനിയാണ്. കാര്യം വെറും തമാശ പടങ്ങൾ എടുത്തുകൊണ്ടിരുന്ന ഞാനാണ്. എന്നോട് ഒരു ദിവസം പറഞ്ഞു, ഒരു ഒറ്റ വാക്കാണ് പറയുന്നത്, അതായത് സിനിമ നമ്മൾ തമാശ പറയുന്നതിന് ഇടയിൽ കൂടെ എന്തെങ്കിലും ഒരു സമൂഹത്തിന്റെ മുഖച്ഛായ കാണിക്കുന്ന എന്തെങ്കിലും കൂടെ നമുക്ക് അതിന്റെ കൂടെ ചേർക്കാൻ പറ്റിയ നമ്മുടെ സിനിമ തമാശ സിനിമകൾ ഓർക്കപ്പെടും. അതെ, അങ്ങനെയാണ് മിഥുനവും വെള്ളാനകളുടെ നാടും ഒക്കെ ഉണ്ടായത്. ഈ കമല് പറഞ്ഞ പോലെ വെള്ളാനകളുടെ നാട് എന്ന് പറയുന്ന പടം തുടങ്ങുന്ന സമയത്ത് ഈ ലൈറ്റ്നിങ് കോളിൽ കൂടെയാണ് രാവിലെ സ്ക്രിപ്റ്റ് അയക്കുന്നത്. കാരണം അവിടെ താറാവുന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ പറഞ്ഞ ക്ലാരിറ്റി എല്ലാ ദിവസവും അന്ന് STD ഒന്നുമില്ല. ലൈറ്റ്നിങ് കോൾ ബുക്ക് ചെയ്തിട്ട് അത് എഴുതിയെടുക്കുമ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കുകയോ അടുത്ത സിനിമയെ കുറിച്ചുള്ള വ്യക്തത മനസ്സിലുണ്ടാവുക എന്ന് പറയുന്ന ഒരു വണ്ടി ജീനിയസ് ക്യാൻ ഡു ഇറ്റ്.